സംഘർഷം എന്ന് അവസാനിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാതെ പിന്നോട്ടില്ലെന്നും അവസാനം വരെ പോരാടുമെന്നാണ് ഇറാന്റെ നിലപാട്. നയതന്ത്രം തുടർച്ചയായി പരാജയപ്പെടുകയും ഇറാൻ കീഴടങ്ങാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നതോടെ മുൻഗാമികളായ US പ്രസിഡന്റുമാർ നേരിട്ട അതേ ചതിക്കുഴിയിലാണ് ഇന്ന് ട്രംപും എത്തി നിൽക്കുന്നത്. ട്രംപിന് മുന്നിൽ ഇനി 3 വഴികളാണുള്ളതെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അനിശ്ചിതമായി നീളുന്ന ആക്രമണങ്ങൾ, വൻ രക്തച്ചൊരിച്ചിലിന് വഴിവെക്കുന്ന കരയുദ്ധം, അല്ലെങ്കിൽ അപമാനം സഹിച്ചുള്ള പിന്മാറ്റം. ഇറാനെ എങ്ങനെ രക്ഷിക്കണം എന്നതിന് പുതിയ ആശയങ്ങൾ തേടി പെന്റഗൺ സൈനിക വിശകലന വിദഗ്ധരുടെ സഹായം തേടിയതായാണ് CNN റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലിൻഡൻ ബി ജോൺസൺ, നിക്സൺ, ബുഷ്, ഒബാമ എന്നിവർ വിയറ്റ്നാമിലും ഇറാഖിലും വീണ അതേ തന്ത്രപരമായ പിഴവുകളിലേക്ക് ട്രംപും നയിക്കപ്പെടുന്നുവെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. US തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കരയുദ്ധത്തിലേക്ക് കടക്കുന്നത് ട്രംപിന് രാഷ്ട്രീയമായി വൻ തിരിച്ചടിയാകും. ട്രംപിന്റെ അവസാന അളവും ഇറാൻ തള്ളിക്കളഞ്ഞതോടെ തിങ്കളാഴ്ച അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിലൂടെ വലിയ നിരാശയാണ് പുറത്തുവന്നത്. ഇറാനിയൻ ഭരണകൂടം വിശ്വസിക്കാൻ കൊള്ളാത്ത വിധം ചതിക്കുന്നവരാണ് എന്ന് രോക്ഷാകുലനായ ട്രംപ് നല്ലൊരു കരാറിൽ ഒപ്പുവെക്കാനുള്ള അവരുടെ അവസാന അവസരമാണിതെന്ന് ഓവൽ ഓഫീസിൽ വെച്ച് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാനെ ശിരച്ഛേദം ചെയ്യുമെന്ന മുന്നറിയിപ്പ് ട്രംപിന് മുന്നിൽ തന്നെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ബോംബിട്ടതുകൊണ്ട് മാത്രം ടെഹ്റാനെ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ കഴിയില്ലെന്നിരിക്കെ മാരകമായ ആക്രമണങ്ങൾക്ക് മുതിരുന്നത് വലിയൊരു ചൂതാട്ടമായിരിക്കും. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ഗൾഫ് മേഖലയിലെ US സഖ്യരാഷ്ട്രങ്ങളായ സൗദി അറേബ്യ, UAE, ഖത്തർ എന്നിവിടങ്ങളിലെ ലക്ഷ്യസ്ഥാനങ്ങൾ തകർത്തുകൊണ്ട് സാമ്പത്തികമായി വലിയ തിരിച്ചടി നൽകാൻ ഇറാൻ ശ്രമിക്കും. കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഈ ഗൾഫ് രാഷ്ട്ര തലവന്മാർ ട്രംപിനെ വിളിച്ച് ആശങ്ക അറിയിച്ചതും ഈ അപകട സാധ്യത മുൻനിർത്തിയാണ്. അതേസമയം ഒരിക്കലും അവസാനിക്കാത്ത, നമ്മൾ ഒരിക്കലും ജയിക്കാത്ത യുദ്ധങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് 2016 ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് മത്സരിച്ച് ജയിച്ചത്. എന്നാൽ സ്വന്തം താല്പര്യങ്ങൾക്ക് വിപരീതമായി സൈനിക രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്ന അവസ്ഥയിലാണ് ട്രംപ് ഇന്ന്. 2017 അഫ്ഗാനിസ്ഥാനെ കുറിച്ച് സംസാരിക്കവേ ട്രംപ് പറഞ്ഞ ആ പ്രശസ്തമായ വാക്കുകൾ ഇന്ന് അദ്ദേഹത്തെ തന്നെ വേട്ടയാടുന്നുണ്ട്. ഓവൽ ഓഫീസിലെ ആ മേശയ്ക്ക് പിന്നിൽ ഇരിക്കുമ്പോൾ തീരുമാനങ്ങൾ എത്ര വ്യത്യസ്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നായിരുന്നു ട്രംപ് അന്ന് പറഞ്ഞത്. ഈ ഇറാൻ യുദ്ധം മുൻഗാമികളെയല്ല, ട്രംപിന്റെ മാത്രം സ്വന്തം യുദ്ധമാണ്. വലിയൊരു ദുരന്തത്തിലേക്ക് കടക്കാതെ എങ്ങനെ പിന്മാറുമെന്ന് വൈറ്റ് ഹൗസ് ഇപ്പോൾ തലപുകയുകയാണ്. അതേസമയം അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾ നടക്കുന്നില്ലെന്നും ഒമാനുമായി മാത്രമാണ് സംസാരിക്കുന്നതെന്നുമുള്ള ഇറാന്റെ പ്രസ്താവനകളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഉപരോധത്തിലും സൈനിക ഭീഷണിയിലും നിലനിൽപ്പ് അപകടത്തിലായതോടെ ഇറാൻ ചർച്ചകൾക്കായി തങ്ങളുടെ മുന്നിൽ യാചിക്കുകയാണെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഇറാന്റെ ഔദ്യോഗിക നിലപാടുകൾ വെറും ഇരട്ടത്താപ്പാണെന്നും അവരുടെ നേതൃത്വം വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. അമേരിക്കയുമായി നിലവിൽ യാതൊരുവിധ നയതന്ത്ര ചർച്ചകളും നടക്കുന്നില്ലെന്നും ഒമാൻ വഴി മാത്രമാണ് ആശയവിനിമയമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ ശക്തമായ പ്രതികരണം വന്നത്. വെബ് ഡെസ്ക് ന്യൂസ്.